കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ പോരാട്ടമായിരുന്നു 1980-ൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നത്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായിരുന്ന CPIയുടെ MN ഗോവിന്ദൻ നായരെ അട്ടിമറിച്ചത് അന്നത്തെ യുവനേതാവായിരുന്ന നീലലോഹിതദാസ് നാടാറായിരുന്നു. CH മന്ത്രിസഭയിൽ അംഗമായിരുന്നതും തെരഞ്ഞെടുപ്പിൽ നീലലോഹിതദാസ് നാടാർക്ക് ഗുണം ചെയ്തു. പാറശാല, നെയ്യാറ്റിങ്കര, നേമം, കോവളം, തിരുവനന്തപുരം നോർത്ത്, തിരുവനന്തപുരം വെസ്റ്റ്, തിരുവനന്തപുരം ഈസ്റ്റ് തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു പഴയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. 1977 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BLD സ്ഥാനാർത്ഥി P. വിശ്വംഭരനെ 69,822 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ CPIയിലെ MN ഗോവിന്ദൻ നായർ അന്ന് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായിരുന്നു. അതുകൊണ്ട് തന്നെ 80-ൽ പൊതുതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി CPIക്ക് മറ്റൊരാളെ ആലോചിക്കേണ്ടിയിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭ താഴെ വീണതും അന്ന് തൊഴിൽ ഭവന നിർമ്മാണ വകുപ്പുകളുടെ മന്ത്രിയായിരുന്ന നീലലോഹിതദാസ് നാടാർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതും. മുഖ്യമന്ത്രിയായിരുന്ന CHന്റെ വസതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ സീറ്റ് വിഭജന ചർച്ച നടക്കുന്നത്. അന്ന് ഞാൻ സ്ഥാനാർത്ഥിയാകണം എന്ന് ബലമായി അഭിപ്രായം പറഞ്ഞവർ രണ്ടുപേര്, ഒന്ന് CH മുഹമ്മദ് കോയ, ഒന്ന് കടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. ഒരുപക്ഷെ അവർ അതിൻ്റെ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞായിരിക്കും. CH മുഖ്യമന്ത്രിയും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഏജൻസികളുടെ റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ അവരുടെ തന്നെ അണികളുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനുണ്ടാകും. 2,73,818 വോട്ടുകൾ ലഭിച്ച നീലലോഹിതദാസ് നാടാർ മൊത്തം പോൾ ചെയ്തതിൽ 60.9% വോട്ടുകളാണ് നേടിയെടുത്തത്. 1,07,057 വോട്ടുകൾക്കാണ് MN ഗോവിന്ദൻ നായരെ നീലലോഹിതദാസ് നാടാർ അട്ടിമറിച്ചത്. സാമുദായിക ഘടകങ്ങളും നീലന്റെ വിജയത്തിന് കാരണമായി. പ്രത്യേകിച്ചും മലബാർ പോലെയല്ല, കൊച്ചി മേഖല, പ്രത്യേകിച്ചും തിരുവിതാംകൂർ മേഖല സാമുദായിക ഘടകങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അന്ന് ഈ കോൺഗ്രസ് പാർട്ടി തന്നെ രണ്ടായിട്ടാണ് നിന്നത്. ഒരു ചേരി ഇന്ദിരാ കോൺഗ്രസ്, മറ്റേ ആൻ്റണിയുടെ കോൺഗ്രസ് അപ്പുറത്താണ്. പക്ഷേ എൻ്റെ അടിസ്ഥാനപരമായ ഒരു വിലയിരുത്തൽ ഈ രണ്ട് കോൺഗ്രസിലും പെട്ട ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. താൻ MP ആയിരുന്ന കാലത്താണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വികസനങ്ങൾ ഉണ്ടായതെന്ന് നീലലോഹിതദാസ് നാടാർ അവകാശപ്പെടുന്നു. റെയിൽവേ ഡിവിഷൻ ജനതാഭരണകാലത്ത് പ്രൊഫസർ മധുദന്തവാദി റെയിൽവേ മന്ത്രി എന്നുള്ള നിലയിലൂടെ വന്ന് ഇപ്പോൾ ഞങ്ങൾ നിവേദനം കൊടുത്ത് അതിവിടെ പ്രഖ്യാപിച്ചു. സർക്കിൾ ഓഫീസ് ഇവിടെ അക്കാലത്താണ് വന്നത്. അതുപോലെ ഇൻകം ടാക്സ് ഓഫീസ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അത് ആ കാലത്താണ് വന്നത്. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും പ്രാദേശിക പ്രശ്നങ്ങൾ, വികസന സംബന്ധമായ പ്രശ്നങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ 84-ൽ നീലലോഹിതദാസ് നാടാർ ഇടത് സ്ഥാനാർത്ഥിയായപ്പോൾ നാടാർ വിഭാഗത്തിൽ നിന്ന് A. ചാൾസിനെ ഇറക്കി കരുണാകരൻ തിരുവനന്തപുരം മണ്ഡലം നിലനിർത്തിയതും ചരിത്രം. മീഡിയ 1 തിരുവനന്തപുരം.